യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമുക്ക് സമയം കിട്ടാറില്ല. ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളും അപ്പോയിൻമെൻ്റ് എടുത്ത് പോകേണ്ട സ്ഥലങ്ങളിൽ പോലും സമയത്ത് എത്തിച്ചേരാൻ പറ്റാത്ത തിരക്ക് പലർക്കുമുണ്ട്. കടയിലോ ക്ലിനിക്കിലോ ഒക്കെ എത്തുമ്പോൾ തന്നെ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആ സമയം നമുക്ക് നിരാശ ഉണ്ടാകാറില്ലേ? എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ അകത്ത് കടക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ തുറക്കപ്പെട്ട 4 കാര്യങ്ങളെപ്പറ്റി ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു. ഒന്നാമതായി അടഞ്ഞുകിടന്ന കല്ലറ, അത് തുറക്കുകയാണ് ചെയ്തത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ സ്ത്രീകൾ കല്ലറയ്ക്കെത്തിയപ്പോൾ അവർക്ക് വേണ്ടി തുറന്നിരുന്ന ഒരു കല്ലറ. ഇന്ന് നാം ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 22 വരെ വായിക്കുമ്പോൾ തുറക്കപ്പെട്ട 2ാമത്തെ കാര്യത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വായിക്കാം. എമൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ നമുക്ക് കാണാം. അവിടെ അവർക്ക് മുമ്പായി തുറക്കപ്പെട്ട തിരുവെഴുത്തുകളെ പറ്റി നമുക്കിന്ന് ധ്യാനിക്കാം. ലൂക്കോസ് മാത്രമേ ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എമൗസുകാരനായ 2 ശിഷ്യന്മാർ പെസഹ പെരുന്നാളിന് ശേഷം തങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങുന്ന വഴിയിൽ നടക്കുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. അതിലൊരാളുടെ പേര് ക്ലയോഫാവ് എന്നാണ്. മറ്റേയാൾ ആര് എന്നതിനെക്കുറിച്ച് അനേക അഭ്യൂഹങ്ങളുണ്ട്. പലരും അഭിപ്രായപ്പെടുന്നത് ക്ലയോപ്പാവിൻ്റെ ഭാര്യയായിരിക്കണം അതെന്നാണ്. യെരുശലേമിൽ നിന്ന് ഏകദേശം 7 മൈൽ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് എമ്മൗസ്. ക്ലയോപ്പാവിൽ നിന്ന് ലൂക്കോസിന് കിട്ടിയ അനുഭവ സാക്ഷ്യമാണ് ഇത് സുവിശേഷത്തിൽ എഴുതി ചേരുവാൻ കാരണമായി തീർന്നത്. 15-16 വാക്യം നോക്കുമ്പോൾ അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് പോകുകയിൽ യേശു അവരോട് ചേർന്ന് നടന്നുവെന്ന് കാണാം. ആ അപരിചിതനെ അവർ തിരിച്ചറിഞ്ഞില്ല. ചിലപ്പോൾ നേരെ നോക്കിപ്പോലും കാണില്ല. കാരണം അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് നടക്കുകയായിരുന്നു. പലപ്പോഴും താൻ പറയുന്നതാണ് ശരിയെന്ന് ക്ലയോപ്പാവും അല്ല ഇതാണ് ശരിയെന്ന് കൂടെ നടന്ന ശിഷ്യനും പറഞ്ഞ് തങ്ങളുടെ വാദം സ്ഥിരീകരിക്കാൻ ശ്രമിച്ചു കാണണം. അതിനാൽ തന്നെ കൂടിയ അപരിചിതനെ ഗൗനിക്കാൻ അവർക്ക് സാധിച്ചു കാണില്ല. എന്നാൽ ദൈവം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നതിനാൽ യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് തുടർന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണാം. നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ഈ അപരിചിതൻ അവരോട് ചോദിച്ചു. എന്നാൽ അവരിൽ ഒരാൾ ചോദിച്ചു, നാട്ടിൽ പാട്ടായിരിക്കുന്ന ഈ കാര്യം നീ മാത്രം അറിഞ്ഞില്ലേ? സ്വദേശിയാകട്ടെ വിദേശിയാകട്ടെ ഈ കാര്യങ്ങൾ അറിയാത്ത ഒരാൾ ഈ ദിവസങ്ങളിൽ യെരുശലേമിൽ ഉണ്ടായിരുന്നോ എന്ന ഭാവം ആ വാക്കുകളിലുണ്ടായിരുന്നു. യേശുവാണ് തന്നോട് സംസാരിക്കുന്നത് എന്നറിയാതെ ഈ ദിവസങ്ങളിൽ യെരുശലേമിൽ നടന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ക്ലയോപ്പാവ് വെളിപ്പെടുത്തി. യേശുവിനെ അപരിചിതന് പരിചയപ്പെടുത്തിയത് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. യേശു നസ്രായനായ യേശുവെന്നും വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനെന്നുമാണ് ആദ്യം അദ്ദേഹം പരിചയപ്പെടുത്തിയത്. ശിഷ്യൻ എന്ന പേരിന് എന്തുകൊണ്ടും യോഗ്യനായിരുന്നു ക്ലയോപ്പാവ്. കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിച്ചു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. സുവിശേഷം പറയാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഈ ക്ലയോപ്പാവിനെ പോലെ യേശുവിനെ പരിചയപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങൾ നാം എത്രത്തോളം പ്രയോജനപ്പെടുത്തും? ഇന്ന് പലരും യേശു എനിക്ക് എന്തു ചെയ്തു തന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരുക്കമാണ്. മടിയില്ലാതെ അവയൊക്കെ എണ്ണി പറയാം. യേശു എന്നെ സൗഖ്യമാക്കി, യേശു എനിക്ക് വീട് നൽകി, ജോലി നൽകി, എൻ്റെ അവസ്ഥ മാറ്റി, ഇതൊക്കെ യേശുവിൽ നിന്ന് കിട്ടിയ നന്മകൾ മാത്രമാണ്. എന്നാൽ യേശു ആരാണ് എന്ന് പറയുന്നുണ്ടോ? അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ് എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ല എങ്കിൽ ആ ധൈര്യവും ബോധ്യവും പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പ്രാപിച്ചെടുത്തേ മതിയാകും. ക്ലയോപ്പാവ് 3ാമതായി പറഞ്ഞത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് യേശു എന്ന്. യേശുവിനെ പറ്റി അവർ ആഗ്രഹിച്ചിരുന്ന കാര്യവും അതുതന്നെയാണ്. ദേവാലയ പ്രവേശനമൊക്കെ കണ്ടപ്പോൾ അവർ ഉറപ്പിച്ചു, ഇവൻ തന്നെ രാജാവ്. മോശയെ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനായി ഒരുക്കിയതുപോലെ ഇതാ യേശു തങ്ങളെ വീണ്ടെടുക്കാൻ വന്നവൻ തന്നെയാണ്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി തൻ്റെ ക്രൂശ് മരണത്താൽ, തൻ്റെ പാപരഹിതമായ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ് തുടർ ദിവസങ്ങളിൽ കാൽവരിയിൽ കണ്ടത്. യേശു മരിച്ചു, അടക്കവും കഴിഞ്ഞു. പ്രതീക്ഷയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ നാളങ്ങൾ കെട്ടുപോയി. എന്നാൽ ക്ലയോപ്പാവിൻ്റെ വാക്കിൽ ചില സ്ത്രീകളും ശിഷ്യന്മാരും യേശുവിനെ കണ്ടു എന്നോ, എന്നാൽ അത് മായക്കാഴ്ച ആയിരിക്കണമെന്നും അവർ കരുതി. ഇനി യെരുശലേമിൽ തങ്ങിയിട്ട് കാര്യമില്ല, മടങ്ങിപ്പോകാം എന്ന് വെച്ച് അവർ മടങ്ങിപ്പോകുകയായിരുന്നു ചെയ്തത്. ഇത്രയും കാര്യം അവർ യേശുവിനെ ധരിപ്പിച്ചു. തങ്ങൾ വിശ്വസിച്ചതിനും ആഗ്രഹിച്ചതിനും വിപരീതമായി കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അവർ പിന്മാറിപ്പോകുന്നു.
പ്രിയ ദൈവ പൈതലേ, യേശു നിന്നെ വിളിച്ചു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ പദ്ധതിക്കുള്ളിലാണ് നീ. എന്നിട്ടും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഈ ശിഷ്യന്മാരെ പോലെ നാമും തിരികെ പോകാൻ, വിശ്വാസത്തിൽ നിന്ന് വീണുപോകുവാൻ, പ്രത്യാശയുടെ തിരി കെട്ടുപോകുവാൻ ഇടവന്നിട്ടില്ലേ? യേശു ആ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഭോഷന്മാരെ, പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. യേശു വിളിച്ചത് കേട്ടോ? ഭോഷന്മാർ, മന്ദബുദ്ധികൾ. വചനത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത ഓരോ വ്യക്തിയും ഭോഷനും മന്ദബുദ്ധിയുമാണ്, ഉറപ്പ്. ഇന്ന് പലരും ഇങ്ങനെ വചനം വിശ്വസിക്കായകയാൽ തെറ്റിപ്പോകുന്നു. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കാത്തവർ, യേശുവിൻ്റെ വീണ്ടും വരവ് വിശ്വസിക്കാത്തവർ പലരുമുണ്ട്. യേശു അവിടെ ആ യാത്രയിൽ ഒരു ബൈബിൾ സ്റ്റഡി അവർക്ക് കൊടുക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ യേശു അവരെ സഹായിച്ചു. മോശ തുടങ്ങി, ന്യായപ്രമാണം തുടങ്ങി, പ്രവചന പുസ്തകത്തിൽ നിന്നെല്ലാം തന്നെ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ യേശു തന്നെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവിടെ തിരുവെഴുത്തുകളെ അവർക്ക് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് പഴയ നിയമം പഠിക്കേണ്ട, പുതിയ നിയമം മാത്രം പഠിച്ചാൽ മതി, വായിച്ചാൽ മതി, പ്രസംഗിച്ചാൽ മതി എന്ന് പറയുന്നവർക്ക് കൃത്യമായൊരു മറുപടി കൂടിയാണിത്. പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു പുതിയ നിയമത്തിൽ വെളിപ്പെട്ടി വന്നിരിക്കുന്നു. 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ വീടിനടുത്തെത്തിയപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവർ അവനെ നിർബന്ധിച്ചു തങ്ങളുടെ കൂടെ വീട്ടിൽ കഴിയാൻ. യേശു അവരുടെ ആവശ്യം അംഗീകരിച്ചു. അപരിചിതനായി വലിഞ്ഞു കയറി വന്ന കൂട്ടത്തിൽ കൂടിയ ആ വ്യക്തി ഇവിടെ അതിഥിയായി പാർക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും നാം ബലഹീനരായിട്ടുണ്ടോ? അവിശ്വാസം നമ്മിൽ വന്നിട്ടുണ്ടോ? അപ്പോഴെല്ലാം നാം യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? വാദിച്ചും തർക്കിച്ചും സമയം കളഞ്ഞിട്ടില്ലേ? എന്നാൽ യഥാർത്ഥമായി വചനം നമ്മിൽ ക്രിയ ചെയ്താൽ, പാറയെ തകർക്കുന്ന ചുറ്റിക, ഇരുവായ്ത്തലയുള്ള വാൾ നമ്മിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരും. നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. പാറമേൽ നമ്മെ ഉറപ്പിച്ചു നിർത്തും. ഒരു കാര്യം, കിട്ടിയ ഈ വചനം വഴിയിൽ കളയാൻ ഈ ശിഷ്യന്മാർ തയ്യാറായില്ല. വചനത്തെ പറവകൾ കൊട്ടിത്തിന്നാതെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതുപോലെ ഒരുമിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മയും ദൈവം സഹായിക്കട്ടെ. വചനം കേട്ടതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ കാര്യമില്ല. അത് ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ, അത് ക്രിയ ചെയ്താൻ അവസരമെടുക്കാൻ, വളരാൻ അനുവദിച്ചാൽ ആ പ്രിയ ശിഷ്യന്മാർക്കുണ്ടായതുപോലെ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ തിരുവെഴുത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. ഈ ആഹ്വാനത്തോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.